കേട്ടതൊക്കെ ശരിയാണോ? ഞാൻ കേട്ടതൊക്കെ ശരിയാണോന്ന്? ഇതുപോലൊരു കശ്മലിനായ പ്രോപ്പറേറ്ററോട് ഓപ്പറേറ്ററായി ജോലി ചെയ്യേണ്ടി വന്ന് ഞാൻ ലജ്ജിക്കുന്നു. ഒന്ന് ഇറങ്ങി പോടോന്ന് എന്ന് പറഞ്ഞാൽ എങ്ങനെ? എനിക്ക് ഇവിടെ അല്ലേ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യണ്ടേ? മുമ്പ് എവിടെ ആയിരുന്നു ജോലി എന്ന് ചോദിച്ചാൽ ചിറ്റാരിക്കടവ് ലക്ഷ്മി ടോക്കീസിലാണ് ഞാൻ പറയണ്ടേ. കളവ് പറഞ്ഞ എനിക്ക് ശീലമില്ല. ലക്ഷ്മി ടോക്കീസിന്റെ പ്രോപ്പറേറ്റർ ആരാന്ന് വെച്ചാൽ നിങ്ങളെ പേര് പറയണ്ടേ? ഒരു സാമൂഹ്യ വിരുദ്ധനായ നിങ്ങളുടെ പൂർവ്വകാല ചരിത്രം എനിക്ക് അവരോട് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ എനിക്ക് അവിടെ ജോലി കിട്ടും. അതുകൊണ്ട് ന്യായമായ എന്തെങ്കിലും മാനനഷ്ടം കിട്ടാതെ ജബ്ബാർ ഇവിടുന്ന് പോണ പ്രശ്നമില്ല. അയാളുടെ കണക്ക് നോക്കി എന്താന്ന് വെച്ചാൽ കൊടുത്തോട്. ജബ്ബാറെ ഒരു മിനിറ്റ്. 1 minute പ്ലീസ്. ജബ്ബാറെ എന്താ മാനനഷ്ടമായിട്ട് വേണ്ടത്? ഇതൊക്കെ ഒരു കണക്കില്ലേ? അതിപ്പോ പ്രോപ്പർട്ടിയുടെ കണക്ക് പ്രകാരമുള്ള മതിയോ? എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ വാങ്ങും. അച്ചക്കുഞ്ഞു മാഷ് എന്നെ തല്ലി ഈ നിലയിലാക്കി. ആരെ? ആ കേശവനുണ്ണിനെ കൂട്ടകൾ. സമയം വേണ്ട, ഹെഡ് പോയി പെട്ടെന്ന് മരുന്ന് വെപ്പിക്കും. ഒരു തൊഴിലാളിയായിട്ട് മർദ്ദിച്ച് അവസരാക്കിയിട്ട് നേതാക്കന്മാരെങ്കിൽ ഇത്രേ പറയാനുള്ളൂ. ഞങ്ങൾ ഇതിലും വലിയൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോവാ. താൻ ആ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ചെന്നിട്ട് മരുന്ന് വെക്കി. അടുത്ത തല്ലി കിട്ടുമ്പോ നമുക്ക് വേണ്ട പോലെ ചെയ്യാം. ഒന്ന് വേഗം ചെല്ലുക പാറേ. ഇതേ മുഖം കണ്ടില്ല, അലൂമിനിയ കാലത്തിന് ഏറുകൊണ്ടോലേ ചളുങ്ങി. ചെല്ല്, വണ്ടി വിടോ. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരിയായി ഇപ്പൊ എന്റെ സ്ഥിതി. രണ്ട് നേതാക്കന്മാര്. പട്ടാപ്പകൽ സിനിമാ ടാക്കീസിൽ ബലാത്സംഗ ശ്രമം. ഒരു തിയേറ്റർ ഉടമയുടെ അവിഹിത വീഴ്ച. നിഷ്കളങ്കയായ ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെ ജീവിതം തകർത്ത കശ്മലൻ. കക്ഷി രാഷ്ട്രീയമില്ലാതെ ചിറ്റാരിക്കടവുകാർ ഒന്നടങ്കം സംഘടിച്ചിരിക്കുകയാണ്. നിന്നെ അവര് വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? വെളിച്ചപ്പാടിനും അച്ഛനും നിസ്സഹായരായി നോക്കി നിൽക്കാനേ കഴിയൂ. എന്തും സംഭവിക്കാവുന്ന വിധം രൂക്ഷമായിരിക്കുകയാണ് കാര്യങ്ങൾ. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനല്ലേ ഞങ്ങൾ ഓടി വന്നത്. കേശുവിന്റെ ഒരു പ്രശ്നമായതുകൊണ്ട് കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഞങ്ങൾ കൂടെ നിൽക്കുകയല്ലേ. അല്ല, സംഗതി പെണ്ണുങ്ങളെ സായകൊണ്ട് മാറാതെ തടി കൂരണമെങ്കിലേ കുറച്ച് കാശ് ചെലവ് ചെയ്യണം. കൂടുതലൊന്നും വേണ്ടെന്നേ. ആദ്യമായിട്ട് ആ പെണ്ണിന്റെ തള്ളയൊന്ന് തണുപ്പിക്കുക. കൂട്ടത്തിൽ നാട്ടുകാർ താനേ തണുത്തോളും. ഒരു 500 1000 ആ തള്ളക്ക് കൊടുത്തേക്കുക. പിന്നെ ഒരു 10,000 രൂപ പാർട്ടിയുടെ കോടി ഫണ്ടിലേക്ക്. ഏത് നാണക്കേടും പണം കൊണ്ട് മൂടാം. പണം കൊണ്ട് മൂടാതെ തന്നെ ഈ നാണക്കേട് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എന്താ ആത്മഹത്യ ചെയ്യാൻ പോവാണോ? അല്ല, ഞാൻ ആ പെൺകുട്ടിയെ കെട്ടാൻ പോവാ. ഇനി വല്ല അറിയാനുണ്ടോ? അച്ഛൻ കുഞ്ഞ പോവാ. പിന്നെ പോവാം. ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. നീ കള്ളകൃഷ്ണന്റെ മോളെ കെട്ടിക്കൊണ്ടു വന്നാ ഞാൻ ഇവിടെ കെട്ടിത്തുങ്ങിച്ചാവും. ഇത് നടക്കാൻ തന്റെ ജീവൻ ബലി കൊടുക്കാന്ന് പറഞ്ഞ പ്രയാസാവൂല്ലോ ഭഗവതി. ഞാൻ ഒരു റിട്ടയർഡ് പോലീസുകാരനാണ്. ആ എന്റെ മോൾ ഒരു കള്ളന്റെ മോളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുക. ചേട്ടാ, ഇത് കള്ളനും പോലീസും കളിയല്ല, ഒരു ചെറുപ്പക്കാരുടെയും ജീവിത പ്രശ്നമാണ്. കർത്താവിനെ ഓർത്ത് കുഞ്ഞമ്പു നായർ ഇതിന് സമ്മതം മൂടണം. എന്നിട്ട് ഒരു അച്ഛന്റെ കടമ എന്താന്ന് വെച്ചാ അത് നടത്തി കൊടുക്കണമെന്ന് എനിക്ക് പറയാമല്ലോ. എന്റെ സമ്മതത്തോടെ ഇത് നടക്കില്ല. അച്ഛന്റെ സമ്മതം ഇല്ലെങ്കിൽ ഈ കല്യാണം നടക്കും. എന്താ പറഞ്ഞേ? ചിലപ്പോ അങ്ങനെ സംഭവിച്ചെന്നിരിക്കും. അച്ഛനെ വിളിച്ചപ്പാടെന്താ പറയണേ? ഞങ്ങൾക്കും ഇതേ അഭിപ്രായ. ഭഗവതി ഇത് നടത്തും. നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ച സ്ഥിതിക്ക് പിന്നെ എന്ത് താങ്ക് എന്നോട് ചോദിക്കണേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അതൊരു സാമാന്യ മര്യാദയുടെ പേരിൽ ചെറുക്കുന്നൊരു അച്ഛനുണ്ടല്ലോ. നീ ആ പെണ്ണ് കെട്ടോടാ. കെട്ടും. സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും കെട്ടും. കെട്ടുവോ? നീ അവളെ കെട്ടുവോ? എന്നാ കെട്ടിക്കോ. നിങ്ങൾ എല്ലാവരും കൂടി നടത്തി കൊടുക്ക്. ദേ കേട്ടോ, നാളെ നേരം മുമ്പ് എന്റെ ശവം കണ്ടില്ലെങ്കിൽ എന്നെ എങ്ങനെ വിളിച്ചോ. ഞാൻ പോവാട്ടോ. പോയിക്കോ. നിങ്ങളെ പറഞ്ഞ ഞാൻ പോവാ. അങ്ങനെ ഇപ്പൊ പോണില്ല. എനിക്ക് സമ്മത. എന്റെ കുട്ടനടാ കള്ള. ആരോട് ചോദിച്ചായി കല്യാണം ഉറപ്പിച്ചത്? എന്റെ മോടെ കല്യാണം ഉറപ്പിക്കാൻ എനിക്ക് ആരോടും ചോദിക്കണ്ട. എന്നോട് പോലും ചോദിക്കാതെ കല്യാണം ഉറപ്പിക്കും അല്ലേ? നീ ആരാ? ഞാൻ അവളെ ആങ്ങളെ. അയ്യരെ, ഒരു ആങ്ങളെ വന്നിരിക്കുന്നു. ഇന്ന് വരെ ഒരു ബ്ലൗസിന്റെ തുണി നീ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ജീവിച്ചിരിക്കുന്ന കല്യാണം നടക്കൂല.
നീ ചത്താലും ഞാൻ ഈ കല്യാണം നടത്തും. നശിപ്പിക്കടാ എന്നാ അതിനെ നമുക്ക് കാണണമല്ലോ. വെരിട്ട് വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട, അങ്ങാടി പിള്ളേരുടെ അടുത്ത് കൊണ്ടുപോ. അതുകൂടെ കൊണ്ടുപോടാ കള്ളുഷാപ്പ്. ഇതും കൊണ്ടുപോ. പരമദ്രോഹി കൊണ്ട് കളയറാ നശിച്ചവനെ. അയ്യോ, ഇങ്ങനെ ഒരു കാലൻ എന്റെ ഈശ്വര. ഇങ്ങോട്ട് കൊണ്ടുപോടാ. ഞാൻ ഇറങ്ങാം. ആരെങ്കിലും കാണും. കാണട്ടെ പെണ്ണെ, ഇതെല്ലാരും കാണാൻ വേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെട്ടതാ. ആ നിക്ക് എവിടേക്കാണ് പോക്കിരി നീ ഇവളെയും കൊണ്ട്? കട്ടോണ്ട് പോവാ. ഈ പട്ടാപ്പകല് ആരും അറിയാണ്ട കട്ടോണ്ട് പോണേ. എന്നൊരു കാര്യം ചെയ്യാം, മൈക്ക് അനൗൺസ്മെന്റ് വെച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ട് കട്ടോണ്ട് പോവാം. തള്ള ഞങ്ങളെ കെട്ടാൻ പോവാ. നന്നായി, എനിക്കിഷ്ടായി. എടാ കേശു, നീ ഇവിടെ പൊന്നു പോലെ നോക്കണം. പൊന്നു പോലെയോ ഇരുമ്പ് പോലെയോ എങ്ങനെയെങ്കിലൊക്കെ നോക്കിക്കോളാം. 4 പേര് കണ്ട് ഞങ്ങളൊന്ന് അയ്യോ, നിന്റെ ഒരു തമാശ. ആണാടി എടുത്ത്. പണ്ടത്തെ പ്രേമം രണ്ടുപേരും മറന്നിട്ടില്ല. എങ്ങനെ മറക്കാനാ? കണ്ടില്ലേ കണ്ണും കണ്ണും തമ്മിലൊക്കെ നോക്കി നിൽക്കുന്നത്. ആ തള്ളയെ കെട്ടാൻ പറ്റാത്തോണ്ടായിരിക്കും അങ്ങനെ വെളിച്ചപ്പാടായിട്ട് കിടക്കുന്നല്ലേ? ആയിരിക്കും. 2 പുഷ്പാഞ്ജലി, കേശവനുണ്ണി ആയില്യം, മല്ലിക തിരുവാതിര. ഓ, ഇന്നത്തെ കല്യാണക്കാരാണല്ലേ? അതെ. കുറച്ചു മുമ്പേ മനയത്ത് നാണിയമ്മ വന്ന് 2 പേർക്കും പുഷ്പാഞ്ജലി കഴിച്ചിട്ട് പോയതേ ഉള്ളൂ. അപ്പൊ ശരി, കാണാം. ഒരു കേട്ടി എന്താ കാണു? പെങ്ങളുടെ കല്യാണമായിട്ട് പോയില്ലേ? ഓ, എന്റെ സമ്മതമില്ലാതെ നടത്തുന്ന കല്യാണത്തിന് ഞാൻ എന്തിനാ പോകുന്നത്? എന്നാലും നിന്റെ സ്വന്തം പെങ്ങളല്ലേ, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടേ? വേണ്ട, അവർക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. പടാ, നീ പോണോ? എന്നാ ഞാൻ ഭഗവതി അനുഗ്രഹിക്കട്ടെ. എല്ലാരും വന്നേ. എന്നാ ഇറങ്ങല്ലേ? സമയം എന്തായി? കാണുന്നില്ലല്ലോ. കൃഷ്ണനും കൊച്ചാപ്പി കൃഷ്ണനും കള്ള കൊച്ചാപ്പിയാ? അതെ, ഭഗവതി നേരാണോ? നേരാണ്. മോളെ കേശവനോട് കെട്ടിയ കൃഷ്ണൻ ഇഷ്ടമില്ല. കാരണം കാരണം അറിയാം. ഒരു കാരണമില്ലാണ്ട് എന്റെ മോനെ കൊണ്ട് അവളെ കെട്ടിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എനിക്കിപ്പോ തന്നെ അറിയണം. എന്താന്ന് വെച്ചാൽ നമുക്ക് സമാധാനമായിട്ട് തീരുമാനിക്കാം. ഞാൻ അന്ന് പറഞ്ഞില്ലേ കള്ളന്റെ അവളെ പ്രേമിക്കുന്നു. പോയിട്ട് വരട്ടെ. പറഞ്ഞല്ലോ, മനസ്സിലെനിക്ക് ഒരു പരട്ട പോലീസുകാരന്റെ മകനെ എന്റെ മകളെ കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. അച്ഛനും വെളിച്ചപ്പാടും ഈ കാര്യം സംസാരിക്കാൻ വന്നത് തന്നെ ശരിയായില്ല. ഇത് കൃഷ്ണന്റെ കുടുംബ പ്രശ്നമാണ്. ഇന്നലെ വരെ കുടുംബകാര്യങ്ങൾ നോക്കിയിരുന്നത് കാർത്തിയാനിമല്ലേ? അവർക്ക് എതിരഭിപ്രായമൊന്നുമില്ലല്ലോ. അതച്ചോ, ഇനിയിപ്പോ മൂപ്പിലാന്റെ ഇഷ്ടം വിട്ട്. എനിക്കിഷ്ടമല്ല. കൃത്യസമയത്ത് ഞങ്ങൾ വന്ന് എത്തിപ്പെട്ടത് കൊണ്ട് എന്റെ മോളെ ജീവിതം തുറച്ചില്ല. ഇപ്പോഴത്തെ ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചൊരു കല്യാണം എന്റെ മോക്ക് ഞങ്ങൾ നടത്തും. അല്ലേ കൊച്ചാപ്പി? പിന്നല്ലാതെ. ആ കുട്ടിക്ക് കേശവനുണ്ണിയോടാണ് താല്പര്യമെങ്കിൽ ഇത്രയ്ക്ക് പിടിവാശി നിൽക്കണോ? ആ, ഈ കാര്യത്തിൽ എനിക്ക് പിടിവാശിയുണ്ട്. നമുക്ക് മറ്റൊന്നും സംസാരിക്കാം. സഹിക്കുന്നില്ല തങ്കു. ഒരാണാണെന്നും പറഞ്ഞ് ഞാൻ ഈ നാട്ടിൽ ഇനി എങ്ങനെ നടക്കും? ഞാൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചിറക്കി കൊണ്ടുവന്നാലോ? നീ സമാധാനപ്പെടുക കേശു. എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത്. നീ ശാന്ത. തങ്കു, ഞാൻ പറയുന്നു. നിന്റെ മനസ്സും തണുക്കട്ടെ. നീ ഇത് പിടിപ്പിക്ക. എനിക്കും വേണ്ട. നീ ഇത് കുടിക്കുക. നിന്റെ ദുഃഖം മാറുന്ന സിനിമയോ നാടോ പറ്റാ? ദുഃഖം വന്നവിടെ കള്ളം കുടിച്ചോണ്ട് ദേവദാസിനെ പോലെ പാടിക്കൊണ്ട് നടക്കാൻ? ഒരു കാര്യം പറഞ്ഞ തലയെ കയറില്ലെന്ന് വെച്ചാ ചിട്ടി പിടിച്ച 5000 രൂപ കല്യാണ ചെലവെന്ന്. എന്നിട്ടോ കള്ള തിരുമാലി കൃഷ്ണന്റെ മോൻ കണ്ടില്ലായിരുന്നു. കാശ് പോയതല്ലടാ, എന്റെ മാനം പോയില്ലേ. എനിക്ക് അവളെ ഇഷ്ടമാണ്. ഇത് കുടിക്കേ. എനിക്ക് വേണ്ട. കേശു, ഞാൻ തന്നാ നീ കുടിക്കൂല്ലേ? ഇല്ല. ഇല്ലേ? ഇല്ല എന്നല്ല പറഞ്ഞത്. എടാ, നീ ഇനി ജീവിതത്തെ എന്റെ മദ്യം കുടിച്ച കള്ള കിനാവ് കൊയ്തൊരു
പാട്ട്